നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെസ്സിയെ കുറിച്ചാണ്. ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരമായ ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാൻ നമ്മുടെ സർക്കാർ നടത്തിയ ശ്രമങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ചർച്ച. കഥ തുടങ്ങുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ കായിക മന്ത്രി ഒരു വലിയ പ്രഖ്യാപനം നടത്തി. മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ വരും, അതും സർക്കാരിന്റെ ഒരു രൂപ പോലും ചെലവില്ലാതെ. കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ ആവേശത്തിലായി. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ മന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ചു. കാരണം സ്വന്തം ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാകുമല്ലോ. പക്ഷെ കഥയുടെ ട്വിസ്റ്റ് ഇവിടെ തുടങ്ങുകയാണ്. അർജന്റീനയ്ക്ക് പോകേണ്ടതിന് പകരം സ്പെയിനിൽ പോയത് എന്തിനാണ്? അതായത് അർജന്റീന ടീമിനെ കൊണ്ടുവരാനുള്ള ചർച്ചകൾക്കായി മന്ത്രിയും അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥരും ഒരു വിദേശ യാത്രയ്ക്ക് പുറപ്പെട്ടു. എവിടേക്കാണെന്ന് അറിയാമോ? അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിലേക്കല്ല, അവർ പോയത് സ്പെയിനിലേക്കാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്താൻ എന്നാണ് ഇതിന് നൽകിയ വിശദീകരണം. അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഒരു സംശയം തോന്നും, അർജന്റീന ടീമിനെ കാണാൻ എന്തിനാണ് സ്പെയിനിലേക്ക് പോകുന്നത്? എന്തായാലും ഈ യാത്രയ്ക്ക് നമ്മുടെ സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവായത് എത്രയാണെന്ന് അറിയാമോ? 13 ലക്ഷത്തിലധികം രൂപ. ഈ പണം കായിക വികസന നിധിയിൽ നിന്നാണ് എടുത്തതെന്നും വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട്. സർക്കാരിന് ഒരു രൂപ പോലും നഷ്ടമില്ല എന്ന് പറഞ്ഞ മന്ത്രിയുടെ വാദം ഈ 13 ലക്ഷം രൂപയിൽ പൊളിഞ്ഞു വീണു. ഖജനാവിന് നഷ്ടമില്ലെന്ന് പറഞ്ഞ് ഈ യാത്രയുടെ പൈസ കൂട്ടാതെയാണോ എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? യാത്ര ചെയ്തു, പക്ഷെ ഫലം 0. പോകാൻ പറ്റിയ ഒരു കാരണം കണ്ടെത്തി. 13 ലക്ഷം രൂപയും ചെലവാക്കി. ഇനി ആ യാത്ര കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് നോക്കാം. വിവരാവകാശ രേഖകൾ അനുസരിച്ച് ഈ യാത്രയിൽ മന്ത്രിക്ക് മെസ്സിയെയോ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളെയോ കാണാൻ സാധിച്ചിട്ടില്ല. ആരുമായിട്ടാണ് ചർച്ച നടത്തിയതിനെ കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമല്ല. അപ്പോൾ നമുക്ക് മറ്റൊരു സംശയം വരും, 13 ലക്ഷം രൂപ മുടക്കി പോയിട്ട് ആരെയും കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോയത്? അവിടെ കറങ്ങാൻ പോയതായിരുന്നു എന്ന്. ഉറപ്പുകൾ, വാഗ്ദാനങ്ങൾ, ഒടുവിൽ പിൻവാങ്ങൽ. അതായത് മന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ അവിടെ തീർന്നില്ല. 2024 മന്ത്രി പ്രഖ്യാപിച്ചു 25 മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന്. പിന്നീട് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു 2024 നവംബറിൽ ഒക്ടോബർ 25 മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ എത്തുമെന്ന്. ഈ പ്രഖ്യാപനം കേട്ട് മലയാളികൾ മുഴുവൻ ആവേശത്തിലായി. മെസ്സിക്ക് വേണ്ടി സ്വാഗത ബോർഡുകളും പടക്കങ്ങളും വരെ വാങ്ങിവെച്ചവരുണ്ടാകാം. പക്ഷെ എന്താണ് സംഭവിച്ചത്? മെസ്സി ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്ന വാർത്ത വന്നു. പക്ഷെ കേരളത്തിലേക്കല്ല, മുംബൈയിലും കൊൽക്കത്തയിലുമായിരുന്നു അദ്ദേഹത്തിന്റെ പര്യടനം. അപ്പോഴും മന്ത്രിയുടെ ഉറപ്പുകൾക്ക് കുറവുണ്ടായില്ല. അർജന്റീന ടീം ഉറപ്പായും കേരളത്തിൽ വരുമെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. മെസ്സിയെ കൊണ്ടുവരാനുള്ള പണം സ്പോൺസർമാരാണ് നൽകേണ്ടിയിരുന്നത്. ഇതിനായി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയെ സർക്കാർ സ്പോൺസറായി പ്രഖ്യാപിച്ചു. എന്നാൽ ടീമിന് പണം നൽകേണ്ട സമയം വന്നപ്പോൾ സ്പോൺസർമാർ പണം നൽകിയില്ല. ഇതിന്റെ ഫലമായി അർജന്റീന ടീം കേരളം ഒഴിവാക്കി ചൈനയിലും ഖത്തറിലും ഒക്കെ സൗഹൃദ മത്സരങ്ങൾ നടത്താൻ തീരുമാനിച്ചു. അതായത് സ്പോൺസർമാർ പണം നൽകാത്തത് കൊണ്ട് അർജന്റീന ടീം വരുമെന്ന് പറഞ്ഞ പ്രഖ്യാപനം പാഴ്വാക്കായപ്പോൾ സർക്കാർ ആ കമ്പനിക്ക് നോട്ടീസ് നൽകി. ഒടുവിൽ പണം നൽകിയെങ്കിലും അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിരുന്നു. മെസ്സി വരില്ല, മന്ത്രി സമ്മതിക്കുന്നു. ഇപ്പോൾ മന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയാണ് ഈ വർഷം ഒക്ടോബറിൽ അർജന്റീന ടീം കേരളത്തിൽ വരില്ല. അതിനുള്ള കാരണം എന്താണ്? അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നത് ഒക്ടോബറിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. എന്നാൽ സ്പോൺസർമാർ പറയുന്നത് ഒക്ടോബറിൽ വന്നാൽ മാത്രമേ തങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്നാണ്. ഒരു ഭാഗത്ത് ടീം വരാൻ തയ്യാറല്ല, മറുഭാഗത്ത് സ്പോൺസർ സഹകരിക്കാൻ തയ്യാറല്ല. ഇതിന്റെയൊക്കെ ഇടയിൽ മന്ത്രിയുടെ എല്ലാ പ്രഖ്യാപനങ്ങളും വെറും വാഗ്ദാനങ്ങൾ മാത്രമായി. ചുരുക്കത്തിൽ മെസ്സിയെയും അർജന്റീനയെയും കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ അവസാനിച്ചത് 13 ലക്ഷം രൂപയുടെ വലിയൊരു നഷ്ടത്തിലായിരുന്നു. സർക്കാർ ഖജനാവിന് നഷ്ടമില്ല എന്ന മന്ത്രിയുടെ വാദം ആദ്യമേ തന്നെ പൊളിഞ്ഞു. ഈ പണം കൊണ്ട് എത്രയോ പ്രാദേശിക കായിക താരങ്ങളെ സഹായിക്കാമായിരുന്നു. പക്ഷേ ആ സ്വപ്നങ്ങളെല്ലാം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് വേണ്ടി നശിപ്പിക്കപ്പെട്ടു.